ചില ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ട് ഈശോ ഒരു പിശാചുബാധനെ സുഖപ്പെടുത്തുന്നതാണ്. ഗരേസനരുടെ നാട്ടിലെത്തിയപ്പോൾ ഒരു പിശാചുബാധന ഈശോക്കെതിരെ വരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ളൊരു വിവരണം സുവിശേഷത്തിലൊക്കെ ഉണ്ട്. കാലങ്ങളായിട്ട് അദ്ദേഹം വസ്ത്രം ധരിക്കാറില്ലായിരുന്നു, ചങ്ങലകളിലാണ് അവനെ ബന്ധിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു ദീർഘമായിട്ടുള്ള ഒരു വിവരണം തന്നെ ഇന്നത്തെ സുവിശേഷത്തിലുണ്ട് അല്ലെ. കുറെ നാളുകളായിട്ട് വസ്ത്രം ധരിക്കാറില്ലായിരുന്നു, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞിരുന്നത്, ഇരുമ്പ് ചങ്ങലകളാൽ ചില സമയത്ത് അവനെ ബന്ധിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭീകരമായ ഒരു ചിത്രം തന്നെ സുവിശേഷം വരച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഉള്ളിലെ അശുദ്ധാത്മാവിനോട് ഈശോ പുറത്തു പോകാനായിട്ട് കൽപ്പിക്കുകയും അത് അതേപടി അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. 2000 പന്നികളിലേക്ക് ആവസിക്കാൻ മാത്രം അത്രയും വലിയൊരു അശുദ്ധാത്മാവായിരുന്നു അവനെ ബാധിച്ചിരുന്നത് എന്നൊക്കെ സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ആളുകൾ വന്നു നോക്കുമ്പോൾ ഈശോയുടെ അടുക്കല് ഈ മനുഷ്യൻ വളരെ ശാന്തനായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. വളരെ ശാന്തമായിട്ടുള്ളൊരു മനുഷ്യൻ ഈശോയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു. ഈശോ അവിടെ നിന്ന് പുറപ്പെടാനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ മനുഷ്യൻ ഈശോയോട് പറയുകയാണ്, ഞാനും അങ്ങോട്ട് കൂടെ വരട്ടെ, ഞാനും നിന്റെ ശിഷ്യനായിക്കോട്ടെ. ഈശോ പറയുകയാണ്, അല്ല, നീ വീട്ടിലേക്ക് പോയിട്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യപ്പെടുത്തുക അല്ലെ, മറ്റുള്ളവരോട് പറയും. അതാണ് നിന്റെ ഒരു സുവിശേഷ ദൗത്യം, സുവിശേഷ വേല എന്ന് പറയുകയാണ്. നമ്മളൊരു ഇന്നത്തെ സുവിശേഷ ഭാഗം ചെയ്യുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അതായത് എല്ലാവർക്കും ഒരുപോലെ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട്, പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടണമെന്നില്ല അല്ലെ. ഒരുപക്ഷെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വൈദികരൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പൊ വൈദികരെ പോലെ എങ്ങനെ എനിക്ക് സുവിശേഷ പ്രവർത്തനം ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. നിനക്കുള്ള സുവിശേഷ പ്രവർത്തനം എന്താണ്, നിന്റെ സുവിശേഷ ദൗത്യം എന്താണ്? ഒരു പക്ഷേ സുവിശേഷം നേരിട്ട് പ്രസംഗിക്കലായിരിക്കാം, ഒരു പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. അതും ഒരു സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം തന്നിട്ടുള്ള ആ ദൗത്യം, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു ദൗത്യം ഭംഗിയായി നിർവഹിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിരിക്കും.